10 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം. ആണല്ലോ അത്യാവശ്യം 10 രൂപ ഉണ്ടെങ്കിൽ കേട്ടോ. 10,000 രൂപ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഇറക്കി കൊടുക്കാം. ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ 2014 മോഡലാണ്. വെറും 19,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി. ഗൈസ് വെറും 10,000 രൂപ വണ്ടികൾ എടുക്കണം. അത് നല്ല കണ്ടീഷൻ വണ്ടികൾ, അത് സിംഗിൾ ഓണർഷിപ്പ് വരുന്നത്. അതെ ഗൈസ് ഇതാ ടിവിഎസിന്റെ ജുപിറ്റർ, അതുപോലെ എൻഡോർക്ക്, ആക്സസ്, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. നിങ്ങൾക്ക് വെറും 10,000 രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ ഇറക്കി കൊണ്ടുവന്നതാണ്. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളുള്ളത് ബൈക്കുകളുടെ ഒക്കെ പർദീസയായ എസ്റ്റേറ്റ് മുക്കിലാണ്. അതെ ഗൈസ് ഒരുപാട് യൂസർ ബൈക്കുകളുടെ ഷോറൂമുകളുള്ള നമ്മുടെ താമരശ്ശേരി എസ്റ്റേറ്റ് മുക്കിലെ ഒമേഗ യൂസർ ബൈക്ക് ഷോറൂമിലാണ് നമ്മളുള്ളത്. ഇവിടെ ഒരുപാട് വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട്. സ്കൂട്ടി ആണെങ്കിൽ സ്കൂട്ടി, അത്യാവശ്യം നല്ല പ്രീമിയം വണ്ടികളാണെങ്കിലും അത്യാവശ്യം നല്ല മാർക്കറ്റ് ബഡ്ജറ്റ് റേറ്റിലുള്ള ഒരുപാട് നല്ല വണ്ടി കളക്ഷൻസ് ഉണ്ട്. അപ്പൊ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വണ്ടികളും അതിന്റെ ഫുൾ ഡീറ്റെയിൽസും ഉണ്ടാവും. ഓക്കെ ബ്രോ, എന്താ പേര്? അമൽ റിസ്വാൻ. അമൽ റിസ്വാൻ അല്ലേ? എവിടെ സ്ഥലം? ഇവിടെ തന്നെ. ഇപ്പൊ ഇവിടെ എങ്ങനെ വണ്ടി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ? നമ്മളിപ്പോ ഇവിടെ നിലവിൽ ഇപ്പൊ ഷോറൂമിൽ വെച്ചാൽ 10-60 വണ്ടികളുണ്ട്. പിന്നെ അതിന്റെ പുറത്ത് ഗോഡൌണിൽ വീട്ടിലൊക്കെ ആയിട്ട് വണ്ടികൾ വരാണ്ടോ. ഓക്കെ, അപ്പൊ അത്രയും നല്ല കളക്ഷൻ ഉണ്ടല്ലേ? ഒരുപാട് അത്യാവശ്യം പ്രീമിയം വണ്ടികളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരുപാട് വണ്ടികൾ. അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വെച്ചാൽ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങളാണ്. സാധാരണക്കാർക്കായിട്ടുള്ള വണ്ടികളൊക്കെ ആൾക്കാർക്ക് ലോൺ കാര്യങ്ങളൊക്കെ കിട്ടും. ഫിനാൻസ് ഒക്കെ 2016 ശേഷമുള്ള എല്ലാത്തിനും നമ്മൾ 10% ക്യാഷ് ഉണ്ടെങ്കിൽ 10% മാത്രം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കും. അത് എങ്ങനെ ബാങ്ക് ആണോ അല്ലെങ്കിൽ ബാങ്ക് ഫിനാൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഫിനാൻസ് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ അപ്പൊ ബാങ്കിൽ സിബിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 10% ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് കൊടുക്കല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ലോണും കാര്യങ്ങളായാലും ഫെസിലിറ്റി ഒക്കെ സിബിൽ സ്കോർ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ വണ്ടി ഡീറ്റെയിൽസിലേക്ക് പോകാൻ നമുക്ക് ഫസ്റ്റ് നമ്മൾ V2 അല്ലേ? അതെ, വേർഷൻ 2 വരുന്നത് 2019 മോഡല് സിംഗിൾ ഓണർഷിപ്പ് മാത്രമാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 31,000 കിലോമീറ്റർ മാത്രമേ ഓടിക്കുള്ളൂ. ഇതിന് 75 രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്. 75 ഡൗൺ പേയ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഒക്കെ ആണെങ്കിൽ ഒരു 10-15 രൂപ ഉണ്ടെങ്കിൽ 10-15 ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. സിബിൽ സ്കോർ ഒക്കെ നല്ല സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ 10 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം. ആണല്ലോ അത്യാവശ്യം 10 രൂപ ഉണ്ടെങ്കിൽ കേട്ടോ നമുക്ക് ഈ V2 ഇറക്കാവുന്നതാണ്. അടുത്ത V3യിലേക്ക് വരികയാണെങ്കിൽ ഇത് 2022 മോഡലിൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് ഇതും വരുന്നത്. രണ്ട് വണ്ടി സിംഗിൾ. അതെ അതെ, നമ്മൾ അധികം സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് കുറഞ്ഞ വില കൊടുക്കുക. സ്റ്റാൻഡേർഡ് വണ്ടികൾ മാന്യ വിലക്ക് കൊടുക്കുക. അപ്പം 2022 മോഡൽ V3 ആണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ 1,30,000 രൂപയാണ്. 25,000 രൂപ ഉണ്ടെങ്കിൽ V3 നമുക്ക് ഇറക്കി കൊടുക്കാം. 25 ഇറക്കി കൊടുക്കാം. സിബിൽ എത്ര ആയാലും പ്രശ്നമല്ല. 25,000 രൂപ ആയിട്ട് വരുന്ന ആർക്കും ഈ V3 2022 മോഡൽ ബ്രോ നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നല്ല ബോഡിയും കാര്യങ്ങളും വളരെ നീറ്റില്ല. ടയറും കാര്യങ്ങളാണെങ്കിൽ എബോവ് ആവറേജ് ഉണ്ട്. അത് ബ്ലൂ കളർ നല്ല പെർഫെക്റ്റ് കണ്ടീഷൻ വണ്ടി. 25,000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി ഉണ്ടാവാം. അത് NS200 2018 മോഡൽ ഓണർഷിപ്പ് എന്നാണ് വരുന്നത്. എത്ര വയ്ക്കുന്നു? ഇത് 73,000 രൂപ മാത്രമേ ഉള്ളൂ. 2018 73,000 അത്രേ ഉള്ളൂ. മാന്യമായ വില. ABS ആണല്ലോ. ABS ആണല്ലോ. ABSന്റെ വേരിയേഷൻ ABSലാണ് ഇത് വരുന്നത്. അത് മാന്യമായ വിലക്ക് 2018 73,000 രൂപ വരുന്നുള്ളൂ. ഇതിൽ ലോണും കാര്യങ്ങളൊക്കെ ഫിനാൻസ് ഒക്കെ 10,000 രൂപ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കൊടുക്കാം. ഒരു 10,000 ഉണ്ടെങ്കിൽ 90% നമ്മൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കും. 90% ചെയ്ത് കൊടുക്കും. 10,000 ഉണ്ടെങ്കിൽ എടുക്കാവുന്ന വണ്ടിയാണ്. വെറും 73,000 രൂപ വരുന്നുള്ളൂ. നല്ല കണ്ടീഷൻ വണ്ടി. ടയറും കാര്യം പുതിയതാണ്. ABS ആണ്. വേറെ പണിയും കാര്യങ്ങളൊന്നും പണി എടുക്കാൻ അത്രേ ഉള്ളൂ. അടുത്ത വരുന്നത് വെബ്സൈറ്റിലാണെങ്കിൽ 2016 മോഡലാണ് വരുന്നത്. 2016 മോഡൽ. എത്ര വയ്ക്കുന്നത്? ഇത് 48,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. 48,000 ചെറിയ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് വീഡിയോ കണ്ട് വരികയെന്ന് പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മള് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. നമ്മളെ വീഡിയോ കണ്ടു വരുന്നവർക്കുണ്ടല്ലോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഇതിൽ കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങളിപ്പോ സാധാരണ എസ്റ്റേറ്റ് ബുക്ക് വരുമ്പോ ഒരുപാട് ഷോപ്പ് കാണല്ലോ. അപ്പൊ കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലെ? എവിടെ കയറണം, എവിടെ ഓഫർ ഉണ്ട് എന്നൊക്കെ ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പൊ നമ്മളെ വീഡിയോ കണ്ട് വരുന്നവർക്ക് ഇതാ ഒമേഗ ബൈക്സിൽ വരുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നതായിരിക്കും അല്ലെ? അതെ, അതെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് വീഡിയോയില് ഓഫർ ചോദിച്ച് വാങ്ങാൻ മറക്കരുത്. അപ്പൊ അടുത്താണ്ട് പോവാ. 2017 മോഡല് RTR ആണ് വരിക. 200 4 വരുന്ന ടൈപ്പ് ആട്ടോ. റെഡ് കളറില് ഇതാവുമ്പോ 53,000 രൂപ മതി. 53,000 രൂപ ലോണും കയറും.
ലോണും കയറും. ഇതും അതുപോലെ തന്നെ 10,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കി കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ടയറൊക്കെ ഉണ്ട്, നല്ല കണ്ടീഷനാണ് ബോഡി. ഇവിടെ ഏത് വണ്ടി നോക്കുകയാണെങ്കിലും ഉണ്ട്, നല്ല കണ്ടീഷനാണ്, വൃത്തിയാണ് നല്ല മെയിൻ. നല്ല പെയിന്റ്, നല്ല പോളിഷ് ചെയ്ത് ടയറും കറക്റ്റ് വൃത്തിയാണ്. അടുത്ത വണ്ടി പോകാം. അടുത്ത നോക്കുകയാണെങ്കിൽ ഹോണ്ടന്റെ എക്സ്ട്രീം ഇത് 2018 മോഡലില് സിംഗിൾ ഓൺഷിപ്പ് തന്നെയാണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. എത്ര മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും ഇതിനാവുമ്പോ ഒരു 45-50 മൈലേജ് 160 cc ആണ് വരുന്നത്. അപ്പൊ അതിന്റേതായ ഒരു 45 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. എത്ര റേറ്റ് കാര്യങ്ങൾ ഇതിനാവുമ്പോ 53 ഉറുപ്പ്യാണ് നമ്മൾ ചോദിക്കുന്നത്. 53 ബജാജ് പൾസർ 220. എത്ര എങ്ങനെ ഇത് 2016 മോഡൽ. അതെ, നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വെച്ചാൽ 55 രൂപയാണ്. 55 രൂപ. 220 കമ്പനി ഒരുപാട് എൻക്വയറി വരെയുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ഫോളോവേഴ്സ് ആയാലും എൻക്വയറി വരെയുണ്ട്. അപ്പൊ അവർക്ക് പറ്റിയ എഡീഷൻ, നല്ല മോഡലാണ്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 2016 മോഡല് 220. വെറും 55,000 രൂപ കിട്ടും. അടുത്ത വണ്ടി നോക്കാം. അടുത്തതാണെങ്കിൽ റേഡിയോ ആണ് വരിക. അത് മൈലേജ് ഒക്കെ ഉള്ള വണ്ടി നോക്കി നടക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷൻ ആണ്. ഡിജിറ്റൽ മീറ്റും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഡീസൽ വരുന്നല്ലേ? 2022 മോഡൽ കേട്ടോ. ഇത് 63 ഉറുപ്പ്യാണ് നിങ്ങൾ ചോദിക്കുന്ന റേറ്റ്. അപ്പൊ മൈലേജ് എങ്ങനെ വരുന്നത്? മൈലേജ് 65 ഇവന്റെ അടുത്ത് മൈലേജ് നോക്കി നടക്കുന്നവരാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ, നല്ലൊരു കിടിലൻ വണ്ടിയാണ് കേട്ടത്. ഈ റേഡിയോയിൽ തന്നെ ഡിജിറ്റൽ മീറ്റർ വരുന്ന സ്പെഷ്യൽ വേരിയന്റ് ആണ് ഇത് വരുന്നത്. സ്പെഷ്യൽ വേരിയന്റ് ആണ്. സീറ്റ് 2023 മോഡലാണ്. ബ്ലാക്ക് കളറിലാണ്. നല്ല മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കളറാണ്. ഇതിന്റെ സെയിം റേറ്റ് തന്നെ ഉള്ളൂ, 63 രൂപ. മൈലേജ് സെഗ്മെന്റ് നോക്കുന്നവർക്ക് നല്ല നല്ല കണ്ടീഷൻ വണ്ടിയാണ് കേട്ടോ. ഇത് അതുപോലെ തന്നെ 2022 മോഡലാണ്. 23 ആണ്. പക്ഷെ സെയിം പ്രൈസ് ആണ് വരുന്നത്. ഇത് 110 ആണ് വരുന്നത്. ഇത് 125 ആണ്. 125 ആണല്ലേ വരുന്നത്. റേറ്റ് വരുന്ന വെച്ചാൽ ഇത് 63 രൂപ അല്ല. സെയിം വ്യത്യാസം എന്താ വരുന്നത് വെച്ചാൽ 2023 ആണ് ബ്ലാക്ക് വരുന്നത്. ഇത് 2022 ആണ് വരുന്നത്. ഇതിന്റെ വ്യത്യാസം എന്താ വെച്ചാല് ഇത് 110 ആണ് വരുന്നത്. 2023 110 ആണ് വരുന്നത്. ഇത് 125 ആണ് വരുന്നത്. അതിന്റെ ഡിഫറൻസിലാണ് റേറ്റ് ഉള്ളത്. അല്ലാണ്ട് ക്വാളിറ്റി വൈസോ അല്ലെങ്കിൽ വേറെ അല്ല കേട്ടോ. സീസിന്റെ വ്യത്യാസത്തിന്റെ വ്യത്യാസം 150 പൾസർ ആണ്. 2013 മോഡലില് സെക്കൻഡ് ഓണർഷിപ്പ് ആട്ടോ. അത് സെക്കൻഡ് എത്ര? ഇത് നമുക്ക് ഒരു 31,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 31,000 ഇറക്കി പോവാം. ഇതിന് ഫിനാൻസ് കാര്യങ്ങളൊന്നും കിട്ടൂല. 2016 ഉള്ളോ ടാങ്ക് കൊണ്ട് ഫിനാൻസ് കിട്ടൂല. ചെറിയ പൈസക്ക് വണ്ടി നോക്കുന്നവരാണെങ്കിൽ ഇത് എടുത്തോണ്ട് പോവാം. 2014 മോഡലാണ്. വെറും 19,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി. 2014 മോഡൽ 19,000. വെറും 19,000 രൂപ. മൈലേജ് ഉള്ള വണ്ടി നോക്കുന്നോക്കില്ല. ഡിസ്കവറി മൈലേജ് ഉള്ള വണ്ടി വെറും റേറ്റ് കുറവ്. അത് വെറും 19,000 രൂപയ്ക്ക് 2014 മോഡല്. അത്ര നല്ല നീറ്റാ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. അപ്പൊ വണ്ടി എടുക്കാൻ വരുന്നവർക്കുണ്ടല്ലോ, പെട്രോൾ അടിക്കാൻ കൊണ്ടുപോകും. അത്ര നല്ല കണ്ടീഷൻ വണ്ടിയാണ് അല്ലേ? ഓക്കെ. അടുത്ത നമ്മൾ ഗിയർലെസ് വണ്ടികളിലേക്ക് പോവാം. ഗിയർലെസ്സിലേക്കാണെങ്കിൽ 2015 മോഡലാണ്. 2015 മോഡൽ 125. ഓക്കെ. എങ്ങനെ ഇതിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് വെച്ചാൽ 26,000 രൂപയാണ്. 2015 ക്വാളിറ്റി വെച്ചാൽ രണ്ടും സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടിയിൽ വരുന്നതാണ്. അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ 80 ആകുമ്പോൾ എന്തായാലും ടയറും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ടയർ കുറവുണ്ടെങ്കിൽ തന്നെ നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ മാറ്റി പുതിയ എടുത്ത് കൊടുക്കും. വേറെ പണി കാര്യങ്ങളൊന്നും ഒരു പണി എടുക്കുകയാണ്. പുതിയതായിട്ട് ഒരു വണ്ടി ആഗ്രഹിച്ചെടുക്കുന്നതിന് പിന്നെ വർക്ക്ഷോപ്പ് കേട്ടേണ്ടുള്ള ഒരു മെയിൻ ഇതും കൂടിയാണ് ഇതിലുള്ളത്. ഇപ്പൊ നമ്മള് ആശിച്ച് മോഹിച്ചൊരു വണ്ടി എടുത്തിട്ട് വർക്ക്ഷോപ്പ് കേട്ടുന്ന ഇപ്പൊ മേജർ ആയിട്ട് എഞ്ചിൻ പരമായിട്ട് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മൾ കാണാത്ത വണ്ടിന്റെ കാര്യമാണ്. മനുഷ്യന്മാരായാലും പോലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ വേറെ വണ്ടി വേണേ വേറെ വണ്ടി വണ്ടിന്റെ കാര്യത്തിൽ അതുപോലെ അത്യാവശ്യം നല്ല എന്താ പറയുക ഉറപ്പന്നെയാണ് തരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളും അത് നല്ല ക്വാളിറ്റി പ്രൈസിലാണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അത്രയും ഗ്യാരണ്ടി തരുന്നുണ്ട്. 16 കൊല്ലമായിട്ട് ഇവരെ ഇങ്ങനെ കച്ചവടം ഫസ്റ്റ് ഈ ഏരിയ തന്നെ ഫസ്റ്റ് കച്ചവടം ആണല്ലേ? 16 വർഷത്തെ ബ്രാൻഡിന്റെ ഒരു വാല്യൂ കീപ്പ് ചെയ്യണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇങ്ങനത്തെ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതെ. അപ്പൊ അവർ പറഞ്ഞ ഒരു 16 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവർ അത്രയും ഒരു ക്വാളിറ്റി കൊടുക്കുന്നുണ്ടല്ലേ കസ്റ്റമേഴ്സിന്. അതാണ് വേണ്ടത്. യൂസ് ബൈക്കിന് അങ്ങനത്തെ കച്ചവടക്കാരുണ്ട് എല്ലാം നോക്കുന്നത്. അത്രയും നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയും ഗ്യാരണ്ടിയും കൊടുക്കുന്നത്. അത്ര വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം അതാണ് എല്ലാം അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇനി അടുത്ത ജൂപ്പിറ്റർ ജൂപ്പിറ്റർ ആണെങ്കിൽ 2017 മോഡലില് നല്ല വൃത്തിയുള്ള റീപെയിന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്.
നല്ല കണ്ടീഷൻ ഉണ്ട്. ഒരു വരെ പോലില്ല കേട്ടോ വണ്ടി. അത്യാവശ്യം നോക്കണം ബോർഡൊക്കെ നീറ്റ് ക്ലീൻ. ഇവിടെ വന്ന് നോക്കിയാൽ അവര് വരെ പുല്ല് ഒന്നുമില്ല. നല്ല കണ്ടീഷൻ ഉണ്ട്. എത്ര ചോദിക്കുന്നത് ബ്രോ? 42 റുപ്യ. 42 റുപ്യ അല്ലേ? 42 റുപ്യ. ഇതില് ലോണും കാര്യങ്ങളൊക്കെ വരും. ലോണും കാര്യങ്ങളൊക്കെ ഒരു 10,000 രൂപ ക്യാഷിന്റെ ഇതൊക്കെ നമുക്ക് ഇറക്കാം കേട്ടോ. ഒരു 10,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ. അതായത് അത്ര നല്ല ഗിയർലെസ് വണ്ടികളായാലും അത്ര നല്ല പ്രീമിയം വണ്ടികളായാലും നല്ല കണ്ടീഷൻ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് പോകുമ്പോ അടുത്ത വണ്ടിയാണെങ്കിൽ ടി വി എസിന്റെ തന്നെ ജൂപ്പിറ്റർ 2018 ZX എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. 2018 ZX പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. ഇതാകുമ്പോ 50 റുപ്യ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. 50,000 ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് ഇങ്ങനെ എടുത്തു പറയുന്നില്ല. 10,000 രൂപ ഉണ്ടെങ്കിൽ ഗിയർലെസ് ഇറക്കട്ടോ. അത്യാവശ്യം ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി നോക്കുന്നവർക്ക് പറ്റിയ വണ്ടികൾ ഒരുപാട് സ്കൂട്ടറുകൾ ഉണ്ട്. അത് നല്ല കണ്ടീഷൻ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 10,000 മുതൽ ഡൗൺ പേയ്മെന്റ് ഇറക്കി ഉണ്ടാവല്ലോ വണ്ടികളുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് പോകാൻ മതി. അടുത്തത് 2021 മോഡലാട്ടോ. ടി വി എസിന് ജൂപ്പിറ്റർ അല്ലേ? അതെ, 2021 മോഡലാണ് വരിക. 65 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. 65 രൂപ. ഇത് നല്ല വണ്ടി തന്നെയുണ്ട്. നല്ല കളറ്, നല്ലൊരു കളറാണ്, നല്ല കണ്ടീഷൻ. ZX പറഞ്ഞ ഓപ്ഷൻ വരുന്നതാണോ? കളറാണ്. ഓക്കെ ഓക്കെ, നല്ല വണ്ടി തന്നെ. നല്ല വൃത്തിയുള്ള വണ്ടികൾ തന്നെയാണ്. ഓക്കെ, ബ്ലാക്ക്. അടുത്ത വണ്ടി ആണെങ്കിൽ 2022 മോഡൽ. 22 മോഡൽ ടി വി എസ്. ഇത് രണ്ടും ബ്ലാക്ക്. ബ്ലാക്ക് ഓപ്ഷൻ തന്നെ നടക്കുന്നവരാണെങ്കിൽ ജൂപ്പിറ്റർ 2022 മോഡൽ. എത്ര LED ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതിന് 75 രൂപ. 75 രൂപ ചോദിക്കുന്നത്. ലോണും കാര്യങ്ങളൊക്കെ കയറും. ലോണും കാര്യങ്ങളൊക്കെ കയറും. ഇത് ഞാൻ പറഞ്ഞാൽ തന്നെ ഒരു 10,000 ക്യാഷിന്റെ നമുക്ക് 10,000 രൂപ കൊണ്ടുപോകാം. എല്ലാ വണ്ടിയും 10,000 രൂപ ഡൗൺ പേയ്മെന്റ് സ്കൂട്ടികളിൽ ഇറക്കാവുന്നതാണ്. 10 വണ്ടി എൻഡോർക്കില്. എൻഡോർക്കിലാണെങ്കിൽ 2022 2023 ആണ് വരുന്നത്. ടി വി എസിന്റെ ഒരു വേരിയേഷൻ എൻജിൻ കപ്പാസിറ്റി അത്രയും കൂടിയ ഒരു സാധനമാണ്. 25cc നല്ല അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളും എല്ലാം കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടിയാണ് എൻഡോർക്ക്. ടി വി എസിന്റെ അതിന്റെ തന്നെ ഏറ്റവും ഗിയർലെസ്സിൽ ഏറ്റവും ടോർക്ക് കാര്യങ്ങൾ കൂടിയാണ്. എത്ര ചോദിക്കുന്നു? ഇതിന് നമ്മൾ 72,000 രൂപ ചോദിക്കുന്നത്. 10,000 ഇത് ഇറക്കാൻ പറ്റും. 10,000 ഇറക്കാൻ പറ്റും. ഇത് 23 ആണ് വരിക. 23 ഇതിലാവുമ്പോ സെയിം റേറ്റ് തന്നെയാണ് വരിക. അതെന്ന് വെച്ചാൽ ബ്ലാക്ക് മാർക്കറ്റിലുള്ള കളറാണ്. ഗിയർലെസ്സിലായാലും ബൈക്കിലായാലും മാർക്കറ്റും കാര്യങ്ങളാണ്. പിന്നെ ഇത് സൂപ്പർ സ്കോർ എഡിഷൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എഡിഷൻ. സൂപ്പർ സ്കോർ എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. എത്ര ചോദിക്കുന്നു? ഇത് സെയിം റേറ്റ് തന്നെ 72,000 രൂപ. അത്രേ ഉള്ളൂ. 10,000 കൊടുക്കാം. രണ്ടും നല്ല വൃത്തിയുള്ള വണ്ടികളാട്ടോ. ഈ രണ്ട് എൻഡോർക്ക് ഇത് മാത്രമല്ല കേട്ടോ, എല്ലാ വണ്ടികളും വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. നല്ല കളറും അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ എബോ ആവറേജ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ തന്നെയാണ്. അത് 10,000 ഉണ്ടാവുന്നതാണ്. പറഞ്ഞ വണ്ടി വെസ്പാൻ ആണെങ്കിൽ 2022 മോഡൽ. 22 മോഡല്. വെസ്പാൻ കുറെ നമ്മളെ തന്നെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ. അതെ, വെസ്പ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെസ്പൊക്കെ ഒരുപാട് എൻക്വയറി നമ്മൾക്ക് വരാറുണ്ട്. അതുപോലെ ഒരുപാട് ലേഡീസുകളെ വിളിച്ച് ചോദിച്ചാൽ ആ ഒരു വേരിയന്റിനൊപ്പം അത്യാവശ്യം നല്ല എൻക്വയറീസ് ഉണ്ട്. വലിയൊരു ബ്ലാക്ക് കളർ എഡീഷൻ ഉണ്ടോ? നല്ല മാറ്റ് ബ്ലാക്ക് തന്നെ ഫിനിഷിംഗോട് കൂടിയാണ്. എങ്ങനെ റേറ്റ് ഇത് നമ്മൾ 77,000 രൂപയാണ് ചോദിക്കുന്നത്. 77,000 ലോണും കയറി ചെയ്യും. ഇങ്ങനെ 10 രൂപ. ഇതിനൊരു 15,000 രൂപ. 15,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇങ്ങനെ ഇറക്കും. അത്രയും നല്ല കളറാണ്. ബോഡിയും കാര്യങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്രയും കണ്ടീഷൻ വണ്ടി. അത് വണ്ടിയിലേക്ക് പോകാം. അടുത്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അല്ലേ? അതെ, ഇലക്ട്രിക്കലി ബജാജിന്റെ ചേതക്ക് എന്ന് പറഞ്ഞ ടൈപ്പാണ് വരുന്നത്. റിമോട്ട് സെൻസർ കാര്യങ്ങളൊക്കെ വരും. 85 മൈലേജ് വരുന്നത്. മൈലേജ് 85 കിട്ടുന്ന മൈലേജ്. നമ്മൾ ഇലക്ട്രിക് വാഹനം നോക്കുന്നവരുണ്ടല്ലോ, അത്രയും കുറെ എൻക്വയറി വരുന്നതാണ്. അല്ലെ 85 കിലോമീറ്റർ കിട്ടുന്ന പറഞ്ഞില്ലേ, വൺ ടൈം ചാർജിലല്ലേ? ഓക്കെ, അങ്ങനെ മോഡൽ ഇതിന്റെ 2022 മോഡൽ. ഇതിന് ചോദിക്കുന്ന റേറ്റ് വെച്ചാൽ 88,000 രൂപയാണ്. 88,000 രൂപ. ഇതിനിപ്പോ ഫിനാൻസുകാർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിപ്പോ ഇറങ്ങിയ മോഡലായിട്ടില്ല. ആയി വരുന്നേ ഉള്ളൂ. ഭാവിയിലേക്ക് അതിന്റെ മുമ്പ് അടുത്ത നോക്കുകയാണെങ്കിൽ യമഹന്റെ റെസിഡാർ ആണ്. 2021 മോഡലില് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന് 60 രൂപ. 2021 മോഡലിന് 60 രൂപ. 2021 60 രൂപ. അത്രയും നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അപ്പൊ ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അതൊരു ഏവിയേറ്റർ അല്ലേ? ഏവിയേറ്റർ അത്ര നല്ല കണ്ടീഷൻ വണ്ടി. കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ആണ്. ചെറിയ എങ്ങനെ മോഡലും 2015 മോഡലാണ്. ഇതിനൊരു 31,000 രൂപ. 2015 31,000 നല്ല ചെയ്തെടുക്കാം. റേറ്റ് നിങ്ങൾ വീഡിയോയിലുള്ള റേറ്റ് ഇനിയും കുറച്ച് അവര് നിങ്ങൾ നേരിട്ട് വരുമ്പോ തന്നെ ബാർഗൻ ചെയ്തിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അടുത്ത
അടുത്ത വണ്ടി അടുത്തതാണെങ്കിൽ ബ്ലാക്കിലും ഉണ്ട്, പിന്നെ ഗ്രേ കളറിലും രണ്ടും 2016 മോഡലാണ്. ആക്ടിവ 3G ആട്ടോ രണ്ടും വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. അതെ, നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെച്ചാൽ 40 റുപ്യാണ്. ആക്ടിവ പറയുമ്പോ കുറച്ച് മാർക്കറ്റിലുള്ള വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ 40 രൂപയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസും ചെയ്യാം. 10,000 രൂപ ഉണ്ടെങ്കിൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടികൾ ഇവിടെ 10,000 രൂപ ഇറക്കാവുന്നതാണ് അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഇത് 2019 മോഡലാണ്. ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെച്ചാൽ 37,000 രൂപ ഉണ്ടെങ്കിൽ 35 രൂപ ഉണ്ടെങ്കിൽ 37,000 രൂപ ഉണ്ടെങ്കിൽ 37,000 രൂപ 37,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാവുന്നതാണ്. ലോൺ കാര്യങ്ങളും ഒക്കെ ചെയ്യും. പിന്നെ ഒരു ആക്ടിവ, പിന്നെ 13 മോഡൽ ആക്ടിവന്റെ ഒരു ഓൾഡ് കളക്ഷനിൽ വരുന്നതാണ്. HT മോഡൽ, അത്രയും മൈലേജ് ഒക്കെ വണ്ടിയാണ്. ഇത് നമ്മൾ 30 രൂപ അല്ലേ? 30 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. മോഡൽ എത്ര പറഞ്ഞു? നമ്മുടെ 13 മോഡൽ 30,000 ഉണ്ടെങ്കിൽ ഇറക്കാം. വിത്തറില്ലേ ബ്രോ? ജൂപ്പിറ്ററിൽ 2018 തന്നെയാണ്, മുന്നേ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഇത് സെയിം റേറ്റ് തന്നെയാണ്. 50 രൂപയാണ് വരുന്നത്. ബ്ലാക്ക് കളർ നോക്കുന്നവർക്ക് ഒരു സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. 3 വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അപ്പൊ ലോണും കാര്യങ്ങളും 10 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാവുന്നതാണ്. അടുത്തായിട്ട് വന്ന് 2 മാക്സോ ആണ്. ലോ ബഡ്ജറ്റ് നോക്കി നടക്കുന്നവരാണെങ്കിൽ ഇന്ന് എടുക്കാൻ പറ്റുന്നതാണ്. 2013 മോഡൽ. ബ്ലൂലും ഉണ്ട് വൈറ്റിലും ഉണ്ട്. 23 റുപ്യ 2013 2 വണ്ടി ഇറക്കാവുന്നതാണ്. അപ്പൊ ഒരുപാട് വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അത്യാവശ്യം സ്റ്റാൻഡേർഡിലുള്ള പ്രീമിയം വണ്ടികളാണ്. അതായത് R15 V2 V3 മോഡൽ വണ്ടികളും, അതുപോലെ മെയിൻ ആയിട്ടുള്ളത് ഇവിടെ സ്കൂട്ടികളാണ്. സ്കൂട്ടികൾ അതും വെറും 10,000 രൂപ ഡൗൺ പേയ്മെന്റിൽ. അതായത് അത്യാവശ്യം വണ്ടിയൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്, സാധാരണക്കാരായ ആൾക്കാരില്ല ബ്രോ. അവർക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ്, അതായത് 10,000 രൂപയൊക്കെ അത്യാവശ്യം സിവിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറക്കി ഉണ്ടാകുന്നതാണ്. അപ്പൊ സാധാരണക്കാർക്ക് വേണ്ടി ഒരു ഷോപ്പിൽ ഇറക്കാണല്ലോ അല്ലെ? ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാറില്ലേ? പ്രീമിയം ബൈക്ക് ആയിക്കോട്ടെ, നമ്മൾ ചെറിയ റേറ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് ലോൺ ആണ് ചെയ്ത് കൊടുക്കാൻ. സ്റ്റേറ്റ് ലോണും കാര്യങ്ങളും ചെയ്യുന്നില്ല, കാരണം ഇൻട്രസ്റ്റും കാര്യങ്ങളും പ്രശ്നമായതുകൊണ്ട് തന്നെ ബാങ്ക് ലോൺ കാര്യങ്ങളും അതെ വളരെ ട്രസ്റ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വണ്ടിയുടെ കാര്യത്തിൽ ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ അവർ തരുന്നതാണ്. അവർ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് അവർ കൊടുക്കുന്നത്. അതും 16 വർഷത്തെ എക്സ്പീരിയൻസ് യൂസർ മേഖലയിലുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല വണ്ടികൾ തന്നെ ബെസ്റ്റ് പ്രൈസ് വേറെ ഏതെങ്കിലും വണ്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി ആ വണ്ടി സ്റ്റോക്ക് ഉണ്ടോന്ന്. ഇവിടെ കാണിക്കാത്ത പല വണ്ടികളും നമ്മളെ ഗോഡൌണിലും എല്ലാ വണ്ടികളും ഏതാ വണ്ടി നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല് നമ്മൾ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കും. നമ്മൾ എത്തിച്ചു കൊടുക്കും. അപ്പൊ നമ്മുടെ വീഡിയോയിലാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ട വണ്ടികൾ ഏതാണോ അത് അവർ നിങ്ങൾക്ക് അവരുടെ ഗോഡൌണിൽ സ്റ്റോക്ക് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും ചെയ്യും. നിങ്ങൾക്ക് അതിനുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ ചെക്കൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോ ഇവിടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് തന്നെ എടുത്തു പറയുന്നത് വണ്ടിയുടെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒക്കെ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല വണ്ടികളാണ്. നല്ല ക്വാളിറ്റി അതും ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറും സെക്കൻഡ് ഓണർഷിപ്പ് നല്ല വണ്ടികളാണുള്ളത്. അപ്പൊ ആരും മറക്കണ്ട കേട്ടോ, ഇവിടെ ഒരുപാട് ഷോപ്പുകൾ കാണണ്ട. അപ്പൊ ലൊക്കേഷൻ കാര്യം മറക്കണ്ട. താമരശ്ശേരി എസ്റ്റേറ്റ് മുക്കിൽ ഒമേഗ യൂസ് ബൈക്കില്, അതായത് നമ്മൾ കക്കയം റോഡ് എസ്റ്റേറ്റ് സെന്റർ ആണ് ഇവിടെ വരുന്നത്. സെന്ററിൽ തന്നെയാണ്. കക്കയം റോഡിലേക്ക് തിരിയുന്ന ഫസ്റ്റ് റൈറ്റ് ആണ് ഒമേഗ യൂസ് ബൈക്ക്. അപ്പൊ വീഡിയോ കാണുന്നവര് നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഓക്കെ ബ്രോ.